തിരൂരിൽ അർജുനായുള്ള ദൗത്യം പുരോഗമിക്കുമ്പോൾ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പങ്കുവച്ചതൊപ്പം ജില്ലാ കളക്ടറും ഇപ്പോൾ സംസാരിക്കുകയുണ്ടായി. ഈശ്വർ മാൽപേ ഇന്നത്തെ തെരച്ചിൽ പരിശോധന അവസാനിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങൾ ഇന്നലെയും ഇന്നുമായി നടത്തിയ തെരച്ചിലിൽ യാതൊരു വിധത്തിലുള്ള തെളിവും അല്ലെങ്കിൽ തെരച്ചിലിൽ യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സ്ഥലത്തെ മഴ ദുഷ്കരമായി തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ മാസം മുഴുവൻ അടുത്ത 21 ദിവസത്തേക്കെങ്കിലും മഴയുണ്ടാകുമെന്നും അതിനാൽ തന്നെ ഈ നദിയിലെ തെരച്ചിൽ വളരെയധികം ദുഷ്കരമായിരിക്കുമെന്നുമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. ഒപ്പം തന്നെ പെൻറ്റൂൺ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ പെൻറ്റൂണിൻ്റെ ഭാരം മൂലം അത് ഈ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിൽ ചെറിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. വൈകിട്ട് ചേരുന്ന ഇതിനുശേഷം ഇനി യോഗം ചേരും. ആ യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം ഇനി എന്ത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ഇപ്പോൾ MLA പറയുകയുണ്ടായി. സന്തോഷ് ഉണ്ട് സ്ഥലത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സന്തോഷ്, ഇപ്പോൾ ഇന്ന് ഈശ്വർ മാൽപേ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇനി മുതൽ അങ്ങോട്ട് ഈശ്വർ മാൽപേ തിരച്ചിലിനില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? എന്തൊക്കെയാണ് MLA പറഞ്ഞ കാര്യങ്ങൾ? ആവണി, നമുക്ക് ഇപ്പോൾ MLAയും ഈ ഡിസ്ട്രിക്ട് കളക്ടറും നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കൂ. കാരണം ഇതുവരെയുള്ള എഫേർട്ട് നടത്തിക്കഴിഞ്ഞു. ഈശ്വർ മാൽപേയെ കൊണ്ടുവന്ന് ഈ 4 സ്ഥലങ്ങളിലും തിരച്ചിൽ നടത്തി. 4 സ്പോട്ടിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി അടുത്ത ഘട്ടമായി ഇത് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ മധ്യഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യണം. അതോടൊപ്പം തന്നെ ഒഴുക്ക് കുറയുകയും വേണം. അതിനായി ഇപ്പോൾ നടത്തിയിട്ടുള്ള ആലോചന തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്നും ഒരു ഫ്ലോട്ടിംഗ് എക്സ്കവേറ്റർ, അതായത് വെള്ളത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് മണ്ണ് മാന്താൻ കഴിയുന്ന ഒരു സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ട്രിച്ചിയിലെ തിരുച്ചിറപ്പള്ളി കലക്ടറുമായി അക്കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അത് അവിടെയുള്ള കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള അത്തരത്തിലുള്ള ഒരു മെഷീനാണ്. ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടുന്ന അവരുടെ സഹായത്തോടു കൂടി മാത്രമേ വരാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ ഇവിടെ എത്തണമെങ്കിൽ 4 ദിവസം വരെ എടുക്കും. അത് റോഡ് മാർഗം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. 4 ദിവസം വരെ അത് എടുക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എത്തുന്നത് വരെ, ആ വെസൽ എത്തുന്നവരെ ഇപ്പോൾ മറ്റൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അദ്ദേഹം ഈ കലക്ടറും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപേ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. നമുക്കത് നോക്കാം. വർഷ, ഒരു കോമൺ ഏതായാലും അത് മറ്റ് ഈശ്വർ മാൽപേയെ മറ്റ് കന്നഡ മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുകയാണ്. അതിനുശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നാണ് കരുതുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഉത്തര കന്നഡ ഡിസ്ട്രിക്ട് കലക്ടറും അതോടൊപ്പം തന്നെ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും വ്യക്തമാക്കിയ കാര്യത്തിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്. ചെയ്യാനുള്ള പരമാവധി കാര്യങ്ങൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞു. പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും ഇതുവരെ ഒരു കാര്യമായ ഫലം ചെയ്യുന്ന, ട്രക്കിനടുത്തേക്ക് എത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഒന്നും തന്നെ എത്തിയിട്ടില്ല. ഈശ്വർ മാൽപേ വന്ന് അദ്ദേഹം സാഹസികമായി തന്നെ ഈ 4 സ്പോട്ടുകളിലും മുങ്ങി പരിശോധന നടത്തി. അവിടെ കുറേ ചളിയും കല്ലുകളും വേരുകളും ആൽമരവും എല്ലാം ഉണ്ടെന്നല്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനിയൊരു ഘട്ടം ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ആധുനികമായ മറ്റ് സംവിധാനങ്ങൾ വേണം. അങ്ങനെയുള്ള ആലോചനയിലാണ് ഈ ഫ്ലോട്ടിംഗ് എക്സ്കവേറ്റർ, അതായത് വെള്ളത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് മണ്ണ് മാന്താൻ കഴിയുന്ന ഈ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഉള്ളത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ്. തിരുച്ചിറപ്പള്ളി കലക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്. അത് റോഡ് മാർഗമാണ് ഇവിടേക്ക് എത്തിക്കേണ്ടത്. വലിയ കണ്ടെയ്നറിലാണ് അത് കൊണ്ടുവരേണ്ടത്. അതിന് സമയമെടുക്കുന്നതാണ്. ഏതായാലും
ഈ രണ്ട് തമിഴ്നാട്ടിൽ നിന്നും ഇവിടേക്ക് കർണാടകയിലെ ഈ ശിരൂരിലേക്ക് അത് എത്തിച്ചേരണം. അതിന് ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും എടുക്കും. ആ 4 ദിവസം യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇവിടെ ഈ സേനാംഗങ്ങളൊന്നും തുടരേണ്ട സാഹചര്യമില്ല. ആ സംവിധാനം എത്തിച്ച ഉടനെ തന്നെ വീണ്ടും ശക്തമായ വീണ്ടും ഊർജിതമായി ഇത് ആരംഭിക്കാം എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. പക്ഷേ അതിനി ഔദ്യോഗിക തീരുമാനമായി വരേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന് വൈകുന്നേരം 6 മണിക്ക് വീണ്ടും ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വച്ച് അതിനുശേഷം മാധ്യമങ്ങളോട് ഇക്കാര്യം അറിയിക്കും എന്നുള്ളതാണ് കാർവാർ MLAയും കലക്ടറും വ്യക്തമാക്കിയ കാര്യം. ഏതായാലും ഇന്ന് നടത്തിയിട്ടുള്ള ഈ പരിശോധനയിലും ഈശ്വർ മാൽപേ നടത്തിയ പരിശോധനയിലും ലോറിയുടെ ഒരു സൂചനകളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 4 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധന 4ഉം ഈ വിജയത്തിലേക്ക് എത്തിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകാൻ മറ്റ് സംവിധാനങ്ങളുടെ ഈ അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റാതെ മറ്റ് ഒരു തരത്തിലും ഇത് മുന്നോട്ട് പോകില്ല. അത് റോഡിൽ നിന്നുകൊണ്ട് എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാന്താൻ സാധ്യമല്ല. ഡ്രഡ്ജിങ് ഉപകരണങ്ങൾ കൊണ്ടുവരുന്നതിന് സാധ്യമല്ല. കാരണം അത് കടലിൽ നിന്നും നദിയിലൂടെ ഇവിടെ എത്തിക്കണമെങ്കിൽ 2 പാലങ്ങൾ തടസ്സമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജിങ് ഉപകരണങ്ങൾ എത്തിക്കാൻ കഴിയില്ല. ഏക സാധ്യമായ മാർഗം എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയപ്പോൾ ലഭിച്ച ഏക മാർഗം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്ലോട്ടിംഗ് എക്സ്കവേറ്റർ അത് ഇവിടെ എത്തിക്കുക, ഉയർന്നു നിന്ന് വെള്ളത്തിൽ പൊങ്ങി നിന്ന് മണ്ണ് മാന്തുന്ന സംവിധാനം എത്തിക്കുക എന്നുള്ളതാണ്. അത് തമിഴ്നാട്ടിലെ തിരുച്ചുറിയൽ പള്ളിയിൽ നിന്നും ഇവിടെ എത്തേണ്ടുന്ന 4 ദിവസം 3-4 ദിവസം എന്നാണ് അദ്ദേഹം ഇവർ രണ്ടുപേരും 3-4 ഡേയ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 3-4 ദിവസത്തിനുള്ളിൽ മാത്രമാണ് അതിവിടേക്ക് എത്തുക. ആ സമയം വരെ മറ്റ് സംവിധാനങ്ങൾ, അതായത് അതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത് ഇവിടെ ആ 4 ദിവസം ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാണ്. അതെത്തിയതിന് ശേഷം ഈശ്വർ മാൽപേയെ തിരിച്ചു വിളിക്കും. അദ്ദേഹം ഏത് സമയവും ഇവിടെ എത്താൻ സന്നദ്ധനാണെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവന്ന് വീണ്ടും തിരച്ചിൽ ഊർജിതമാക്കും എന്നുള്ളതാണ് ഈ ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയയും അതോടൊപ്പം തന്നെ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും വ്യക്തമാക്കിയ കാര്യം. വർഷം.